മിക്ക സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ലുക്കോറിയ, വെള്ളപ്പോക്ക്, അസ്ഥി ഉരുക്കം എന്ന് പറയുന്ന അവസ്ഥ. പണ്ടുള്ളവർ പറയാറുണ്ട് നമ്മുടെ അസ്ഥി ഉരുകി വരുന്ന ദ്രവമാണ് ഈ വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് പോകുന്നത് എന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ലുക്കോറിയ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ്? ഇത് ഒരു രോഗാവസ്ഥയാണോ? ഇതിനെപ്പോഴാണ് ചികിത്സ തേടേണ്ടത്? നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇതിനെന്തെങ്കിലും പരിഹാരം തേടാനാവുമോ? ഇതിന് എപ്പോഴാണ് നമ്മളൊരു മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടത്? ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഞാൻ ഡോക്ടർ ഫാത്തിമ സഹല, യുനാനി കൺസൾട്ടന്റ്, മിസ്രിയ ഹെൽത്ത് കെയർ. നമ്മുടെ വജൈനയിലുള്ള ഗ്രന്ഥികൾ, അതായത് ജനനേന്ദ്രിയ മുഖത്തുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ദ്രവങ്ങളാണ് ഈ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും എല്ലുരുകി വരുന്ന സ്രവങ്ങളല്ല. ആ തെറ്റിദ്ധാരണ നിങ്ങൾ ആദ്യം മാറ്റുക. പിന്നീട് നമുക്കറിയേണ്ടത് ഇത് സാധാരണയായി കാണുന്നതാണോ അല്ലെങ്കിൽ ഇതൊരു രോഗാവസ്ഥയാണോ എന്നുള്ളതാണ്. ഒരു മുട്ടയുടെ വെള്ള പോലെ വഴുവഴുപ്പുള്ള ദ്രവമാണ് വരുന്നതെങ്കിൽ ഇത് നോർമലാണ്. ഇത് സാധാരണയായി കാണുന്നത് നമ്മുടെ മെൻസ്ട്രേഷൻ്റെ ആദ്യ ദിവസങ്ങളിൽ, മെൻസ്ട്രേഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ ഓവുലേഷൻ്റെ സമയത്ത്, അതായത് മെൻസ്ട്രേഷൻ തുടങ്ങി ഒരു 14ാമത്തെ ദിവസം അണ്ടോൽപാദന സമയത്തും പിന്നെ നമ്മൾ സെക്ഷൽ എറോസലിൻ്റെ സമയത്ത്, പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്തും എല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള വൈറ്റ് ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട്. ഇത് ഫിസിയോളജിക്കൽ വൈറ്റ് ഡിസ്ചാർജ് ആണ്, അതായത് ഇതൊരു രോഗാവസ്ഥയല്ല എന്നർത്ഥം. ഇനി ഇതെപ്പോഴാണ് ഒരു പത്തോളജിക്കൽ കണ്ടീഷനായി അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയായി നമ്മൾ കണക്കാക്കേണ്ടത്? ഈ വരുന്ന വൈറ്റ് ഡിസ്ചാർജിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ, അതായത് പച്ച കളറിലോ മഞ്ഞ കളറിലോ ആഷ് കളറിലോ ഒക്കെ കാണപ്പെടുക, അല്ലെങ്കിൽ യോനി ഭാഗത്ത് ശക്തമായ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അടിവയറ് വേദന, ഊരവേദന, പുറം വേദന തുടങ്ങിയ അവസ്ഥയിൽ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ ഇത് ഒരു പത്തോളജിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസീസ്ഡ് കണ്ടീഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ വജൈനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഈ ഒരു ഡിസീസ്ഡ് കണ്ടീഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി ഇതിൻ്റെ കാരണങ്ങൾ ഒന്നാമതായി സ്ട്രെസ്സാണ്. അതായത് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന സ്ത്രീകൾ ഇത്തരത്തിൽ വജൈനൽ ഡിസ്ചാർജ് കാണപ്പെടാറുണ്ട്. ഇത് കൂടാതെ കുറേ കാലമായിട്ടുള്ള പ്രമേഹം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഗർഭനിരോധിത ഗുളികകൾ, IUCD, അതായത് ഇൻട്രാസ് യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ഒക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വജൈനൽ ഡിസ്ചാർജസ് കാണപ്പെടാറുണ്ട്. ഇതുകൂടാതെ പച്ച കളറിലോ മഞ്ഞ കളറിലോ ഒരു ഫിഷി സ്മെല്ലോട് കൂടിയുള്ള വജൈനൽ ഡിസ്ചാർജ് ആണെങ്കിൽ ഇതിന് കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ ബാക്ടീരിയൽ വജൈനോസിസ് ആണെന്ന് പറയാം. അതുപോലെ ആഷി കളറിൽ അല്ലെങ്കിൽ കട്ട തൈര് പോലെ കേർഡി വൈറ്റ് ഡിസ്ചാർജ് ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ ഇതിന് ഫംഗൽ വജൈനൽ ഡിസ്ചാർജ് ആണ്, ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ് എന്നർത്ഥം. ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഡിസീസ്ഡ് വജൈനൽ ഡിസ്ചാർജ്, അതായത് ഒരു ലുക്കോറിയ അസുഖമുള്ള കണ്ടീഷനാണെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം ഈ വജൈനൽ ഡിസ്ചാർജിനെ ഇല്ലാതാക്കാൻ പറ്റും. അതിനായിട്ട് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നോക്കാം. ആദ്യമായി നമ്മൾ എപ്പോഴും ഒരു ഇൻറ്റിമേറ്റ് ഹൈജീൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ അണ്ടർവെയർസ് എപ്പോഴും ചൂടുവെള്ളത്തിൽ കഴുകി, അതായത് ഈ ലുക്കോറിയ അനുഭവിക്കുന്ന ആളാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം? ഇത് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തിട്ട് തന്നെ ഉണക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഇത് അണുവിമുക്തമാവുകയുള്ളൂ. പലരും ഒരു വസ്ത്രത്തിൻ്റെ അടിയിൽ ഉണക്കാനിടുക അല്ലെങ്കിൽ റൂമുകളിൽ ഉണക്കാനിടുക, ഇത്തരത്തിലൊക്കെയുള്ള പ്രവണത കാണാറുണ്ട്. അത് ഒരിക്കലും ചെയ്യരുത്. വിയർപ്പ് കാരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള നനവ് കാരണം നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് നനഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ മാറ്റാൻ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും അണ്ടർ ഗാർമെൻറ്റ്സ് മാറ്റുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കോട്ടൺ അണ്ടർവെയർസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ യോനി ഭാഗങ്ങളിൽ പെർഫ്യൂംസ് അധികം യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡാണ് വജൈനൽ വാഷിൻ്റെ അമിതമായ ഉപയോഗം. നമ്മൾ ട്രെൻഡ് കാരണം അല്ലെങ്കിൽ പരസ്യം കാണുന്നത് കാരണം ഒരുപാട് പേര് വജൈനൽ വാഷ് ഉപയോഗിക്കാറുണ്ട്. എന്തെങ്കിലും രോഗാവസ്ഥ കാരണം ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, അതും മിതമായ അളവിൽ മാത്രം വജൈനൽ വാഷ് ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം ഒരിക്കലും സോപ്പോ വജൈനൽ വാഷ് പോലുള്ള ക്രീമുകളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, യോനി ഭാഗത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ഉറപ്പ് വരുത്തുക. വെള്ളം ധാരാളം അടങ്ങിയ തണ്ണിമത്തൻ, കരിക്ക്, കക്കരി പോലുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. യുനാനി വൈദ്യശാസ്ത്ര പ്രകാരം ഈ വൈറ്റ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ലുക്കോറിയ എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അമിതമായ ചൂട് കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരീരത്തെ തണുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അതിനായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേർഡ്, തൈര്, യോഗേർട്ട് പോലുള്ളവ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. വൈറ്റമിൻ C അടങ്ങിയ ഫ്രൂട്ട്സ് ധാരാളമായി
ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും അതുവഴി ലുക്കോറിയ കുറക്കാനും സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യുക, ഭക്ഷണത്തോട് കൂടെ തൈര് കഴിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മല്ലി രാത്രിയിൽ സോക്ക് ചെയ്ത് വെക്കുക, അതായത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ അതിൻ്റെ വെള്ളവും മല്ലിയും കൂടി കഴിക്കുക. അതുപോലെ കസ്കസ്, നമുക്ക് കസ്കസ് നമ്മൾ ജ്യൂസിലൊക്കെ ഉപയോഗിക്കുന്ന കസ്കസ് തലേദിവസം വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് കുടിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും അതുവഴി ലുക്കോറിയ ശമിപ്പിക്കാനും സഹായിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ലുക്കോറിയ നിർത്താൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം കാണുന്നില്ല എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. ഒരു 2 ആഴ്ച മാത്രം ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നീടും ഈ വൈറ്റ് ഡിസ്ചാർജ് ഇത്തരത്തിൽ കാണപ്പെടുകയാണ്, പ്രത്യേകിച്ച് ബ്രൗൺ കളറിലോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് കലർന്ന രീതിയിൽ കാണപ്പെടുകയാണെങ്കിൽ എന്തായാലും വൈദ്യസഹായം തേടണം. ഇത്തരത്തിൽ കാണുന്നത് പീരീഡ്സിൻ്റെ അവസാനത്തെ 2 ദിവസങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള 2 ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും മുന്നുള്ള 2 ദിവസങ്ങളിലാണെങ്കിലും നിങ്ങളത് കാര്യമാക്കേണ്ടതില്ല. ഒരു പക്ഷേ പീരീഡ്സിൻ്റെ ബ്ലഡ് കൂടെ കലർന്നതാവും. അതിനുശേഷവും ഇത്തരത്തിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടത് നിർബന്ധമാണ്. കാരണം ഇത്തരത്തിൽ നമ്മൾ ചികിത്സിക്കാതെ പോകുന്ന ലുക്കോറിയ അല്ലെങ്കിൽ വജൈനൽ ഡിസ്ചാർജ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസിലേക്ക് നയിക്കുകയും ഇത് ഇൻഫെർട്ടിലിറ്റി, അതായത് വന്ധ്യതയ്ക്ക് വരെ കാരണമാകാറുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഉടനെ തന്നെ ഒരു വൈദ്യസഹായം തേടണം. ഒരിക്കലും ഇതിനൊരു മടി കാണിക്കരുത്. ഇത്തരം കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുക. ആരോഗ്യത്തോടെ ശുചിത്വത്തോടെ മുന്നോട്ട് പോകുക.